ഗോവിന്ദ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിയ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ശശികല മാതാജി. ഹരേ കൃഷ്ണ സബിത മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശശികല മാതാജി, വെൽക്കം ബാക്ക്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി ഏകദേശം എനിക്കൊന്ന് 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു അല്ലേ? 2 മാസം ആവാറായി. നവംബർ 23 പോയേ പ്രഭു. 2 അതെ മാസം അതെ ആവാറായി. മാതാജി ഇവിടെ ഇല്ലാഞ്ഞപ്പോഴത്തേന് ആളെ എന്ന് പറയുന്നത് ഇല്ല. ഇന്നിപ്പോ ഇത്രയും പേര് കയറിയത് ഭാഗ്യം. അങ്ങനെയൊക്കെയായിരുന്നു. ആകെ ഒരാളെ 2 പേര് അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇനിയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പം നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യൂട്യൂബൊക്കെ കേൾക്കാൻ സമയം കിട്ടിയിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മള് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയി. അതിൽ കൃഷ്ണൻ ഇടയ്ക്ക് എക്സാം ഇല്ലായിരുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു ഞാൻ. അതെയല്ലേ. അപ്പം നമ്മള് ഇവിടം വരെ എത്തി. ഏകദേശം ഈ കൃഷ്ണൻ അവതാരങ്ങളുടെ എല്ലാം ഉറവിടം എന്ന് പറയുന്ന ആ 3-ാമത്തെ അതിലെ എനിക്ക് തോന്നുന്നു 9-ാമത്തെ ശ്ലോകം വരെ എടുത്തു എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മൾ കണ്ടത് ഈ കൃഷ്ണൻ അവതാരങ്ങളെല്ലാം ശ്ലോകം നമ്മൾ ഓരോ അവതാരങ്ങളെ പറ്റി കണ്ടു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ 3 പുരുഷാവതാരങ്ങൾ കണ്ടു, അങ്ങനെ ഗുണാവതാരങ്ങൾ കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ പറയുന്ന ഈ ദശാവതാരം, നമ്മൾ ഈ കേൾക്കുന്ന ദശാവതാരം അല്ല ശരിക്കും. ഭഗവാൻ ആ ഒരു ഓർഡറിലല്ല അവതാരം എടുത്തത്. ഭാഗവതത്തിൽ പറയുന്ന അവതാരത്തിന്റെ ഓർഡറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ അകത്ത് ആരൊക്കെയായിരുന്നു മാതാജിക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ അവതാരം ആരായിരുന്നു? 2-ാമത്തേത് ആരാ? 3-ാമത്തേത് ആരാ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ അഭിയ മാതാജിക്ക്? ആദ്യത്തെ അവതാരം കുമാരന്മാര്. അതെ, 4 കുമാരന്മാരാണ് ആദ്യത്തെ കുമാരന്മാര്. അത് അവതാരം. കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇത് വരാഹ അവതാരം. അത് കഴിഞ്ഞ് ഉം നാരദ മഹർഷി, നാരദ നരനാരായണ മഹർഷി. മഹർഷി, നരനാരായണ. ഇത് പിന്നെ അത് കഴിഞ്ഞ് 5-ാമത്തെ എടുക്കാൻ പോണല്ലേ ഉള്ളൂ, കപില മഹർഷി. അതായത് 3-ാമത്തെ അവതാരം നാരദർ ഋഷിയാണ് കേട്ടോ, ദേവർഷി നാരദൻ. അതുപോലെ നമ്മൾ 4-ാമത്തെ അവതാരം നാരദ ഋഷി ആരായിരുന്നു? പറഞ്ഞു ഞാൻ. 4-ാമത്തെയാണ് നരനാരായണൻ. നരനാരായണൻ. 4-ാമത്തെ നരനാരായണ ഋഷികൾ. ഓക്കെ. അതാ ഞാൻ പറഞ്ഞു, ഞാനതാ പറഞ്ഞു. അപ്പം 4-ാമത്തേത് നാരദ മഹർഷി, 3-ാമത്തേത്, 4-ാമത്തേത് നരനാരായണ ഋഷികൾ. നമുക്ക് കണ്ടു, ബദരികാശ്രമത്തിലെ ആ പാസ്റ്റ് ടൈംസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ 10-ാമത്തെ ശ്ലോകത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. അപ്പം നമ്മളത് നോക്കുക എന്താണെന്ന്. ശ്ലോകം 10. പഞ്ചമ കപിലോ നാമ സിദ്ധേശാകാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമ കപിലോ നാമ സിദ്ധേശാകാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമ കപിലോ നാമ സിദ്ധേശാകാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. പഞ്ചമാ കപിലോ നാമ സിദ്ധേശാകാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. സബിത മാതാജി. ഹരേ കൃഷ്ണ. പഞ്ചമ കപിലോ നാമ സിദ്ധേശകാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി.
കൃഷ്ണ പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച സൂര്യേ സാങ്ക്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശശീല മാതാജി. ഹരേ കൃഷ്ണ. പഞ്ചമാ കപിലോ നാമ സിദ്ധേശ കാല വിപ്ലുതം പ്രോവാചാസൂയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ശ്രീലപ്രഭാതയുടെ പദാനുപത തർജ്ജമ നോക്കാം. പഞ്ചമ അഞ്ചാമത്തേത്, കപില കപിലൻ, നാമ നാമത്തിൽ, സിദ്ധേശ പരിപൂർണരിൽ ഉത്കൃഷ്ടനായ, കാല കാലം, വിപ്ലുതം നഷ്ടപ്പെട്ടു, പ്രേവാച അരുളി ചെയ്തു, അസുരായേ ആസുരി എന്ന ബ്രാഹ്മണന്, സാഖ്യം അതിഭൗതിക ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം, തത്വഗ്രാമ മൊത്തം സൃഷ്ടിഘടകങ്ങളുടെ വിനിർണയം വിശദീകരണം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. കപില ഭഗവാൻ എന്ന നാമധേയത്തോടു കൂടി ഈ അഞ്ചാം അവതാരം പൂർണ്ണാഭിജ്ഞരായ ജീവാത്മാക്കളിൽ ഉത്കൃഷ്ടനാകുന്നു. സൃഷ്ടി ഘടക പദാർത്ഥവും അതിഭൗതിക ശാസ്ത്രവും സംബന്ധിച്ച ജ്ഞാനം ആസുരി ബ്രാഹ്മണന് അദ്ദേഹം നൽകി. കാലക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു. അപ്പം നമ്മള് കപില ഭഗവാൻ എന്റെ കാര്യങ്ങളൊക്കെ, കഥകളും അതുപോലെ സാഖ്യശാസ്ത്രവും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ പഠിക്കുന്നുണ്ട്. ചിലപ്പം ശശികല മാതാജിക്ക് കൂടുതൽ അറിയാമായിരിക്കും അതിനെപ്പറ്റി, അല്ലേ? മാതാജി പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ കപില ഭഗവാനെ പറ്റി? മൂന്നാമത്തെ സ്കന്ധം. നമ്മളിപ്പോ മൂന്നാമത്തെ സ്കന്ധാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഗവതം രാവിലത്തെ? അതെ 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 പ്രഭു. മൂന്നാമത്തെ സ്കന്ധം. ഞാൻ ഈ ഇടയ്ക്ക് നിന്നൊക്കെ കയറുന്നാറിന് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാനും 2 മാസമായി കേറിയിട്ട്, ഞാൻ കേറാറില്ല. 2 മാസമായി കേറിയിട്ട് ഇപ്പൊ. അതെ അല്ലേ. സമയ വ്യത്യാസം കൊണ്ട് കേറിയില്ലായിരുന്നു. അതെ. അപ്പൊ കർദമ പ്രജാപതിയുടെയും പിന്നെ ആരുടെയാണ്? നമ്മളുടെ പത്നിയുടെ പേരെന്താണ്? ദേവഹൂതി മാതാവിന്റെയും ദേവഹൂതി മാതാവിന്റെ മകനായിട്ട് ഭഗവാൻ കപിലദേവനായിട്ട് അവതരിച്ചു എന്നാണ് കണ്ടത്. അത് അഞ്ചാമത്തെ അവതാരമാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ നമ്മള് സ്കന്ധങ്ങളിൽ പഠിക്കും. അപ്പൊ നമ്മളൊന്ന് അതുവഴി ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാര്യം ഇതിലേക്ക് നമ്മൾ 24 അവതാരങ്ങളൊക്കെ ചെന്നെത്തുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇതൊന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം അതിന്റെ ഭാവാർത്ഥം ശശികല മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീലാ പ്രഭുപാദ്. ജയ് ശ്രീലാ പ്രഭുപാദ്. മൊത്തം സൃഷ്ടി ഘടകങ്ങൾ 24 സാഖ്യദർശനത്തിൽ അവ ഓരോന്നിനെ കുറിച്ചും സുവ്യക്തവും സവിസ്തരവും ആയി വിശദമാക്കിയിരിക്കുന്നു. യൂറോപ്യൻ പണ്ഡിതന്മാർ സാഖ്യ സിദ്ധാന്തത്തെ അതിഭൗതിക ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നു. സാഖ്യത്തിന്റെ ശബ്ദോൽപത്തി വിഷയകമായ അർത്ഥം ഭൗതിക ഘടക അപഗ്രഥനത്തിലൂടെ വളരെ സ്പഷ്ടമായി വിവരിക്കുന്ന ഒന്നാണ്. അവതാര ശ്രേണിയിൽ 5ാമത് എന്ന് വിശേഷിപ്പിക്കുന്ന കപില ഭഗവാനാൽ ആദ്യമായി സാഖ്യദർശനം പൂർത്തീകരിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ കപില ഭഗവാനാണ് സാഖ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ എന്താണ് ഈ സാഖ്യശാസ്ത്രം? നമ്മള് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായത്തിന് നമുക്ക് വേറൊരു പേരും അറിയപ്പെടുന്നുണ്ട്, അല്ലേ? അതിന്റെ പേരെന്താണ്? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, പ്രണാമം. അപ്പൊ 2ാമത്തെ അധ്യായത്തിന് സാഖ്യയോഗം എന്നുള്ള പേരും കൂടിയുണ്ട് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായം, അല്ലെ? അപ്പം അത് എന്തുകൊണ്ടാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്? അതിൻ്റെ അകത്ത് സാഖ്യശാസ്ത്രത്തിൽ നിന്ന് കപിലദേവൻ പറഞ്ഞ കാര്യങ്ങള് ഒരുപാടെണ്ണം അതേപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സാഖ്യം? 2ാമത്തെ അധ്യായം എന്തിനെ പറ്റിയാണ് പറയുന്നത് കൂടുതലായിട്ടും? 72 ശ്ലോകങ്ങളോളം ഉണ്ടല്ലേ ഭഗവത്ഗീതയിൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആത്മാവിനെ കുറിച്ച്. ആത്മാവിനെ പറ്റിയും ദ്രവ്യത്തെ പറ്റിയും. ശരീരവും ആത്മാവും. നമ്മൾ ഈ പറയുന്ന 2 ഐറ്റങ്ങളെ പറ്റിയാണല്ലേ, ശരീരവും ആത്മാവും, അല്ലെ? അല്ലെങ്കിൽ
അത് കഴിഞ്ഞ് അതിന്റെ സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് വേറെ വരുന്ന ദ്വന്ദ്ങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ നമുക്ക് ഈ സാഖ്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമുണ്ട്. അത് ശരീരവും ആത്മാവും, പിന്നെ എന്താണ് ആത്മാവും പരമാത്മാവും അല്ലെ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടു, ആ രണ്ടാണ് ഈ സംഖ്യ അല്ലെ. സംഖ്യ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ. പണ്ടേ കണക്ക് എന്ന് പറഞ്ഞാൽ ഒന്നായിരുന്നു അല്ലെ. നീ എപ്പോഴും ഒന്നാണ്, ശാശ്വതനാണ്, പൂർണ്ണനാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നീ എപ്പോഴും പൂർണ്ണനാണ്. പക്ഷേ നിന്നെ ഞാൻ രണ്ടെന്ന് കണ്ടു. അതെങ്ങനെയൊക്കെ ആകാം? ഞാനെന്നും നീ എന്നും കണ്ടു, അല്ലെ ജീവാത്മാവെന്നും പരമാത്മാവെന്നും കണ്ടു, അല്ലെ ശരീരമെന്നും ആത്മാവെന്നും കണ്ടു. ഇത് ഏതെങ്കിലും ആകാം അല്ലെ. എഴുത്തച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് പേര് ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇണ്ടൽ മമ, അപ്പൊ ഇത് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖങ്ങളിലാണ് നമ്മൾ വീണു പോകുന്നത് അല്ലെ. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആത്മാവ് ഭഗവാന്റെ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. ഇത് ശരീര സംബന്ധിയായിട്ടുള്ളതാണ് അല്ലെ. അപ്പം ആ ഒരു ഇണ്ടൽ ബധം ഉണ്ടാവതല്ല മമ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല ഇത്. അതായത് ഈ ശാരീരിക വിഷയങ്ങളിൽ കുടുങ്ങിയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ദുഃഖം. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാബലികൾ, അതായത് മോക്ഷം കിട്ടണം. പണ്ട് എന്തായിരുന്നു? എല്ലാം ഒന്നായിരുന്നു, നമ്മൾ ഭഗവാന്റെ അടുക്കലായിരുന്നു അല്ലെ. അപ്പോൾ എത്രമാത്രം ബ്ലിസ്, ആനന്ദമായിരുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് നമുക്ക് ഈ ഗതി വന്നത് അല്ലെ. അപ്പം ഈ ജനിച്ചും മരിച്ചും ഈ പറയുന്ന 4 ദുരിതങ്ങളും അതുപോലെ തന്നെ 3 ക്ലേശങ്ങളിൽ കൂടെ അനേക യോനികളിൽ കൂടെ 84 ലക്ഷം ജീവരാശികളിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ് അല്ലെ. എന്ന് തിരിച്ച് ആ ഒരു ഇറ്റേണൽ ബ്ലിസ്സിലേക്ക് നമ്മൾ പോകുമെന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. ഒരാൾക്കും അത് പറയാൻ പോലും സാധ്യമല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ജന്മം നമ്മളുടെയൊക്കെ ഡൈമേക്കേഴ്സ് ആണ്. അപ്പൊ ഈ സാഖ്യ ഫിലോസഫി ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ആരിൽ നിന്നാണ്? ഈ കപിലദേവനാണ് സാഖ്യ ഫിലോസഫി. ആത്മാവ് എന്നുള്ളൊരു തത്വം, ശരീരവും ആത്മാവും ഇത് രണ്ടാണ്. അപ്പം അതിന്റെ രണ്ടിന്റെ സ്വഭാവങ്ങള് ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഈ പറയുന്ന കപിലദേവനാണ്. കപിലദേവൻ ഇത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? സ്വന്തം അമ്മയായ ദേവഹൂതി മാതാവിനാണ് കൊടുത്തത്. അങ്ങനെ ദേവഹൂതി മാതാവ് ഇത് പഠിച്ച് എന്ത് ചെയ്തു? ആ അമ്മയ്ക്ക് മുക്തി കിട്ടി അല്ലെ. ഈ സ്വന്തം മകൻ ഉപദേശിച്ചു തന്ന ഇത് കേട്ട് മനസ്സിലാക്കി ആ അമ്മയ്ക്ക് മുക്തി കിട്ടി. അപ്പൊ അതാണ് ഈ സാഖ്യശാസ്ത്രം. അപ്പം ഈ അവതാര ഉദ്ദേശം തന്നെ അജ്ഞാന ബന്ധത്തിൽപ്പെട്ട ജീവനെ ജ്ഞാനവും ഭക്തിയും യോഗവും വഴി മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാന ബന്ധനത്തിൽപ്പെട്ട, നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. നമ്മൾ ശാരീരിക സംബന്ധമായ ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ ഒന്നും അറിയത്തില്ലാത്ത ഈ ഒരു ഇതിൽപ്പെട്ട് നമ്മളിങ്ങനെ ഉഴലുകയാണ് അല്ലെ. അപ്പൊ ഈ അവതാര ഉദ്ദേശം തന്നെ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ജ്ഞാനവും ഭക്തിയും യോഗയും വഴി മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇത് ഉപദേശിച്ചത്. അപ്പം ശരീര ആത്മ വിവേചനം പഠിപ്പിക്കുക. ഈ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇതിലൂടെ. ഇദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കപില അവതാരത്തിന്റെ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹമാണ് ഇതിന്റെ പ്രഥമ ആചാര്യനായിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. കപില ദേവനാണ് സാഖ്യശാസ്ത്രത്തിന്റെ പ്രഥമ ആചാര്യൻ. അതുപോലെ തന്നെ ഭക്തിയോടുകൂടിയ ജ്ഞാനം പഠിപ്പിച്ച അവതാരം എന്ന പേരിലും ഈ അവതാരത്തെ നമ്മൾ അറിയപ്പെടുന്നു. ഈ ഭക്തിയോടുകൂടി, അതിൻ്റെ കൂടെ ഭക്തി എന്ന എലമെന്റും കൂടി ചേർത്തിണക്കിയിട്ട് ഈ ഒരു ജ്ഞാനം നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് ഈ കപിലദേവൻ. പിന്നെ അമ്മയെ തന്നെ മോക്ഷത്തിലേക്ക് നയിച്ച ദേവപുത്രനാണ്.
കപിലദേവൻ അമ്മയെ തന്നെ മോക്ഷത്തിലേക്ക് നയിച്ചു. സ്വന്തം അമ്മയ്ക്ക് തന്നെ മോക്ഷം കൊടുക്കാനായിട്ട് വന്ന ഒരു അവതാരമായിട്ടും ഈ കപിലദേവനെ അറിയപ്പെട്ടു. അപ്പൊ കപിലദേവൻ നൽകിയ തത്വങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു 4-5 തത്വങ്ങളുണ്ട്. ഒന്ന് ആത്മാവ്, ശരീരവും ഒന്നല്ല രണ്ടാണ് എന്നുള്ളത്. പിന്നെ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ, ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ പ്രകൃതി പുരുഷ വിവേചനം. പിന്നെ ഇപ്പൊ ഭൗതിക പ്രകൃതിയും അതുപോലെ തന്നെ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക പ്രകൃതി കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ എന്താണ്, പരമപുരുഷന്റെ അംശമാണ് അല്ലെ. ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ചെയ്യാൻ വന്നത്? പരമപുരുഷന്റെ അംശമാണ് ഇല്ല നമ്മുടെ ഇല്ല ശരീരത്തിലിരിക്കുന്ന ആത്മാവ്. അതെ അതെ അപ്പം പിന്നെ അടുത്തത് അഹങ്കാരം, കാമം, ലോഭം, ബന്ധനം. ഈ അഹങ്കാരം, കാമം, അതായത് ലോഭം, ബന്ധനം. ഈ നമ്മൾ എങ്ങനെയാണ് ബന്ധനസ്ഥരായിരിക്കുന്നത്? ഈ കർമ്മം കൊണ്ട് ബന്ധനസ്ഥരായിരിക്കുകയാണല്ലോ അല്ലെ. ഈ അതായത് അതെ നമ്മൾ ഈ പറഞ്ഞ പോലെ കെട്ടുകളായത് കർമ്മം പുരുഷൻ എന്ന് പറഞ്ഞ് ഇതിൽ ഇങ്ങനെ ബന്ധനസ്ഥനായിട്ട് ഇരിക്കുകയാണ് അല്ലെ. നമ്മുടെ കാമക്രോധ ലോഭ മോഹ മത മത്സരം ഇതിനെ പറ്റിയൊക്കെ കപിലദേവൻ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോടുകൂടിയുള്ള ജ്ഞാനമാണ് മോക്ഷമാർഗം. അതായത് ഭക്തിയും കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിലൂടെ നമുക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടും. ഇത് രണ്ടും കൂടിയാണ് അല്ലെ. ഭക്തിയും അതുപോലെ തന്നെ അറിവോടുകൂടി ഭക്തി പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടാനായിട്ട് വരും. നമ്മൾ ഭഗവാനെ അറിഞ്ഞ് നമ്മൾ പോവുകയാണ് അല്ലെ. നമ്മൾ വേറൊരു ഭാവം നമുക്ക് ഇല്ല. അപ്പൊ ഭഗവാനെ അറിഞ്ഞ് നമ്മൾ വരികയാണ് അല്ലെ ജ്ഞാനത്തിലൂടെ. പിന്നെ സത്സംഗം, അതായത് നമ്മളെ ഈ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് വെരി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യവും അദ്ദേഹം നൽകിയ തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട തത്വങ്ങൾ ഒന്ന്, നമ്മൾ ശരീരവും ആത്മാവും ഒന്നല്ല രണ്ടാണെന്നുള്ള കാര്യം. പ്രകൃതി പുരുഷ വിവേചനം. പിന്നെ അഹങ്കാരം, കാമം, ലോഭം എന്നിവ എന്നിവ കാരണമുള്ള ബന്ധനം. പിന്നെ അടുത്തത് ഈ ഭക്തിയോടുകൂടി ജ്ഞാനമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യവും. പിന്നെ ഈ സത്സംഗത്തിൽ കൂടിയാണ് നമുക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അറിവ് കിട്ടുന്നതെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം കപിലദേവൻ നമുക്ക് ജ്ഞാനം പ്ലസ് ഭക്തി നമുക്ക് തന്നു. ഒരു ഭയങ്കര വലിയൊരു ശാസ്ത്രമാണ് ഇതിനകത്ത് പറയുന്നത്. വേറൊരു സയന്റിഫിക് ബുക്കുകളിലും ഇല്ലാത്ത ഒരു കാര്യമാണ് ആത്മാവിനെ പറ്റിയുള്ള ആ ഒരു ശാസ്ത്രം അല്ലെ. അപ്പൊ അത് നമ്മൾ ആദ്യമായിട്ട് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് അതിന് സാഖ്യയോഗം എന്ന് പറയുന്നത്. അത് എടുത്തിരിക്കുന്ന മുഴുവനും ഈ കപിലദേവന്റെ സാഖ്യ ഫിലോസഫിയിൽ നിന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് മുഴുവനും. അടുത്തത് ശ്ലോകം 9. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല അതൊന്നുമില്ല. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. ശ്ലോകം 9. തുര്യേ ധർമ്മകലാ ആണ് സർഗേ. പ്രഭു 11 11 അയ്യോ, ഞാൻ ഇങ്ങോട്ട് മാറിപ്പോയി. 11. ഷഷ്ടം അത്രേരപത്യതം വ്രതപ്രാപ്യോന സൂയയാൻ അന്വേഷകേമളർഷ്കായ പ്രഹ്ലാദാദിഭ്യ ഊജിവാൻ. ഷഷ്ടം അത്രേരപത്യതം വ്രത പ്രാപ്യോന സൂയയാൻ അന്വീക്ഷ കീമളർക്കായ പ്രഹ്ലാദാദിഭ്യം ഊജിവാൻ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ശാഷ്ടം അത്തേർ അപത്യത്വം വൃതപാപ്തോ ന സൂയയാ ആൻവീക്ഷികിം അലർക്കായ പ്രഹ്ലാദാദ്യാപ ഊജിവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ശ്രീകൃഷ്ണ. ഷഷ്ടമാത്രേരപത്യത്വം വൃതപ്രാപ്തോനസൂയ അന്വേഷികീമളർക്കായ പ്രഹ്ലാദാദിഭ്യ ഊജിവാൻ. ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ. പദാനുപദ തർജ്ജിമ ജ്ഞാനബിയ മാതാജി.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഷഷ്ടം, ആറാമത്തെ. അത്രിയുടെ അവതൃത്വം, പിന്നെ പുത്രത്വം അല്ലെങ്കിൽ വംശത്വം വൃത പ്രാർത്ഥിച്ചതിനാൽ പ്രാപ്തമാക്കി. അനസൂയയാൽ ആനവീക്ഷികം അതീന്ദ്രിയ വിഷയത്തിൽ അലർക്കനോട് പ്രഹ്ലാദനും മറ്റുള്ളവർക്കും ഊച്ചിവാൻ അരുളി ചെയ്തു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ വിവർത്തൻ ആചാര്യ? ഭാവാർത്ഥൻ ഡിവൈൻ കേസ് എ.സി. ഭക്തിവേദം സ്വാമി ശിലപ്രഭാത് കി ജയ്. അത്രി മഹർഷിയുടെ പുത്രനാണ് ആറാമത്തെ പുരുഷാവതാരം. ഒരവതാരത്തിനായി പ്രാർത്ഥിച്ച അനസൂയയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അദ്ദേഹം ജന്മമെടുത്തു. അലർക്കനും പ്രഹ്ലാദനും മറ്റുള്ളവർക്കും യദു, ഹൈഹയ തുടങ്ങിയവർക്കും അതീന്ദ്രിയ വിഷയങ്ങൾ അദ്ദേഹം അരുളി ചെയ്തു. അപ്പൊ വളരെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ ആ അവതാരങ്ങളെ പറ്റിയൊക്കെ അല്ലെ. ഒന്ന് രണ്ട് സെന്റൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളു അല്ലെ. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഭാവാർത്ഥം നോക്കാം. ശശികല മാതാജി. ഹരേ കൃഷ്ണ. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ഭഗവാൻ സ്വയം ദത്താത്രേയനായി അവതരിച്ചു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഭഗവത് അവതാരമായ ദത്താത്രേയ ജന്മചരിതം പ്രതിജ്ഞാർപ്പിത പത്നിയുടെ കഥാനുബന്ധമായി സൂചിപ്പിച്ചിരിക്കുന്നു. അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സമക്ഷം ഇപ്രകാരം പ്രാർത്ഥിച്ചതായി അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. എന്റെ ഈശ്വരന്മാരെ, താങ്കൾ ഏവരും എന്നിൽ പ്രസാദിച്ചുവെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം താങ്കൾ എല്ലാവരും സംയുക്തമായി എന്റെ പുത്രനായി അവതരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഈ പ്രാർത്ഥന സ്വീകരിക്കുകയും ചേതനാത്മാവ് എന്ന ദർശനത്തെ വിശേഷിച്ചും അലാർക്കൻ, പ്രഹ്ലാദൻ, യദു, ഹൈഹ്യ തുടങ്ങിയവർക്ക് നിർദ്ദേശിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ ഒരു അവതാരം നമ്മള് ദത്താത്രേയ അവതാരം എന്ന് പറഞ്ഞ നമ്മൾ കണ്ടു. ദത്താത്രേയ മുനി എന്ന് പറഞ്ഞു. ഇത് ആരുടെ പുത്രൻ? അത്രി അനസൂയ. ഈ അത്രി അനസൂയ നമ്മൾ വേറെ എവിടെയാ കണ്ടിട്ടുള്ളത്? എവിടെയാ കണ്ടിട്ടുള്ളത്? രാമായണത്തിൽ കണ്ടിട്ടുണ്ടല്ലേ? അത്രിയുടെ ആശ്രമത്തിൽ ചെന്നതും അതുപോലെ സീതാദേവിക്ക് ചൂടാരത്നവും മാലയൊക്കെ ഊരിക്കൊടുത്തതും അനസൂയ ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ചു കൊടുത്തതും അതുപോലെ തന്നെ അവരുടെ ആതിഥ്യം സ്വീകരിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത്രി ആശ്രമ പ്രവേശനം. നമ്മളിങ്ങനെ ഈ ശ്രീരാമൻ ഭഗവാൻ പോകുന്ന വഴിയിൽ കൂടെ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവരുടെ ആശ്രമങ്ങളിലും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുവഴി പോയായിരുന്നു മാതാജി? പോയായിരുന്നോ? പഞ്ചവടി, ചിത്രകൂടമൊക്കെ പോയായിരുന്നോ? അപ്പൊ അങ്ങനെയാണ് അത്രി മഹർഷിയുടെ അത്രി മഹർഷിയുടെ അത്രി മഹർഷിയുടെ അനസൂയയുടെ പുത്രനായിട്ട്. അപ്പൊ ഈ അനസൂയ പ്രാർത്ഥിച്ചിരുന്നു ഈ ത്രിമൂർത്തികൾ പുത്രനായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ത്രിമൂർത്തികള് പുത്രനായിട്ട് അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ചേതനാത്മാവ് എന്ന ദർശനത്തെ വിശേഷിച്ചും അദ്ദേഹം അങ്ങനെ പുത്രനായിട്ട് ഈ ത്രിമൂർത്തികള് പുത്രനായിട്ട് അവതരിച്ചിട്ട് ചേതനാത്മാവ് എന്ന ദർശനത്തെ അലാർക്കൻ, പ്രഹ്ലാദൻ, യദു, ഹൈഹേയ തുടങ്ങിയവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഏത് വംശത്തിലാണ് ഭഗവാൻ പിറന്നത്? യദു വംശത്തിൽ അല്ലെ. അപ്പൊ ആ യദുവാണിത്. ആ യദുവിന്റെ വംശത്തിലാണ് ഭഗവാൻ പിറന്നത്. അപ്പൊ ദത്താത്രേയ മുനിയിൽ നിന്ന് ഈ ഉപദേശം കിട്ടിയ ആളുടെ വംശത്തിൽ തന്നെയാണ് ഭഗവാൻ വന്ന് അവതാരം എടുത്തത് അല്ലെ. ഇപ്പൊ സാധാരണഗതിയിൽ ഉള്ള ഒരാളല്ലോ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പിറന്നത് ഏത് വംശത്തിലാണ്? രഘുവംശത്തിൽ അല്ലെങ്കിൽ സൂര്യവംശത്തിൽ. ഈ സൂര്യദേവനായ വിവസ്വാന് ഭഗവാൻ ഗീത നേരത്തെ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ശ്രീരാമചന്ദ്രൻ പിറന്നതും രഘുവംശം അല്ലെങ്കിൽ സൂര്യവംശത്തിൽ തന്നെയാണ് അല്ലെ. ഇവിടെ ഈ പറയുന്ന യദു എന്ന് പറയുന്ന ആള് ഈ ദത്താത്രേയ മുനിയിൽ നിന്നും, അതും ഭഗവാന്റെ അവതാരമാണ്, അദ്ദേഹത്തിൽ നിന്നും ഉപദേശം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ചേതനാത്മാവ് എന്ന ദർശനമാണ് അദ്ദേഹം ഉപദേശിച്ചത് അല്ലെ. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വിശദമായിട്ട് നോക്കുന്ന നമ്മള്
ഏത് സ്കന്ധത്തിലാണ്? എനിക്ക് തോന്നുന്നത് 11ാമത്തെ സ്കന്ധത്തിലാണ് ദത്താത്രേയ മുനിയെ പറ്റിയും അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. ആ സമയത്താണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. 11ാമത്തെ സ്കന്ധം വരെയൊക്കെ നമ്മൾ കാണുമോ ജീവിച്ചിരിക്കുമോ എന്നൊന്നും അറിയില്ല. ഇപ്പൊ 1ാമത്തെ സ്കന്ധം പോലും പകുതിയാകാൻ പോലും നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നന്ദകുമാർ പ്രഭു ആണെങ്കിൽ ഇനീഷ്യേഷൻ എടുക്കാൻ പറഞ്ഞ് വന്നിരിക്കുക. ഞാൻ അദ്ദേഹത്തിന് 1ാം സ്കന്ധം വായിച്ചു തീർത്തില്ല. ഓക്കെ. ഉം. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്രി അനസൂയയുടെ പാതിവൃത്യത്തെ പറ്റിയൊക്കെ ലോകം മുഴുവൻ അങ്ങ് കേട്ടു. സാധാരണഗതിയിൽ ദേവന്മാർക്കൊക്കെ അസൂയ തോന്നും. കാര്യം ആർക്കെങ്കിലും ഈ ഭൗതിക ലോകത്തുള്ള ആരെങ്കിലും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, തപസ്സിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ദ്രൻ പോയി ഒരുപാട് മേനകയും രംഭയും തിലോത്തമയൊക്കെ വിട്ട് അവിടെ ഡാൻസ് കളിച്ചപ്പോൾ എന്ത് ചെയ്യും? നരനാരായണ ഋഷികള് അവരുടെ ശരീരത്ത് അതിസുന്ദരികളായ യുവതികളെ കോടിക്കണക്കിന് ഈ പറയുന്ന രംഭയുടെയൊക്കെ കോടിക്കണക്കിന് ഇരട്ടി സൗന്ദര്യമുള്ള സ്ത്രീകള് ശരീരത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് അവർക്ക് ദർശനം കൊടുക്കും. അവര് നാണിച്ചെളീഭരായി പോയി. അത് കഴിഞ്ഞ് അവസാനം വെറുതെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? തൊട വിളർന്ന് ഒരു സുന്ദരി എടുത്ത് നിന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു. ആരായിരുന്നത്? ഉർവശി. ഉർവശി. ഇവിടെ അതേപോലെ തന്നെ ഈ ഭൗതിക ലോകത്ത് ആരെങ്കിലും എന്ത് ചെയ്യും? കുറച്ച് ഓസ്റ്ററിറ്റി ചെയ്യുക, അല്ലെങ്കിൽ തപസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അങ്ങനെ ദേവാദിദേവന്മാർക്കൊക്കെ അസൂയ കൂടും. അങ്ങനെ അവരെല്ലാരും ചെന്ന് ബ്രഹ്മദേവന്റെ അടുക്കൽ കാര്യം എത്തിക്കും. അങ്ങനെ അത് മഹാദേവന്റെ അടുക്കലെത്തും, അങ്ങനെ വിഷ്ണുവിന്റെ അടുക്കലെത്തും. അപ്പം വിഷ്ണുവിന്റെ അടുക്കൽ എത്തുമ്പോഴും വിഷ്ണു അത് നല്ലതാണോ ചീത്തയാണോ നോക്കത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രചന ആയിരിക്കും ഇതെല്ലാം തന്നെ, അല്ലെ? പരിപാലനം നടത്തുന്ന അദ്ദേഹത്തിന്റെ കർത്തവ്യമാണല്ലോ. അപ്പൊ അദ്ദേഹം രചിച്ചതാകാം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പരീക്ഷണത്തിന് വേണ്ടി മുതിർന്നു. ഇവര് 3 പേരും ഈ അത്രി അനസൂയയുടെ ആശ്രമത്തിൽ എത്തിയിട്ട് അവരോട് ഭിക്ഷ ചോദിച്ചു. ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭിക്ഷ തരുന്നതിന് ഒരു കണ്ടീഷനാണ്. ഞങ്ങൾ ഭിക്ഷ സ്വീകരിക്കണമെങ്കിൽ എന്താണ്? നിങ്ങൾ നഗ്നയായിട്ട് വന്നിട്ട് നമുക്ക് ഭിക്ഷ തരണം എന്ന് പറഞ്ഞു. നഗ്നയായിട്ട് വന്ന് ഭിക്ഷ തരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് സാധാരണ വ്യക്തികളല്ല ഭിക്ഷ ചോദിക്കാൻ വന്നിരിക്കുന്നതെന്ന് അനസൂയ ആ തപസൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. അനസൂയ എന്ത് ചെയ്തു? ഇവരെ 3 പേരെ ശിശുക്കളാക്കി മാറ്റി. എന്താണ്? അവർക്ക് പാലുകുട്ടി എന്ന് വരെ ഉള്ള കഥകളുണ്ടല്ലേ? ഈ 3 പേരെയും, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ. എന്നിട്ട് ഈ ത്രിദേവികൾ 3 പേര് അവരുടെ ഭർത്താക്കന്മാരെ കാണാനില്ലാഞ്ഞിട്ട് വന്ന് അനസൂയയോട് യാചിച്ചിട്ടൊക്കെയാണ് തിരിച്ച് ഇവർക്ക് പൂർവ്വസ്ഥിതി പ്രാപിച്ചതെന്നും പിന്നെ അനസൂയയ്ക്ക് വരദാനം കൊടുത്തു, ഞങ്ങള് ദത്താത്രേയനായിട്ട് അനസൂയയുടെ ഗർഭത്തിൽ ജനിക്കുമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടാണ് അവർ മടങ്ങിയത്. ഈ കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ട് കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇതുണ്ട്. നമ്മൾ 11ാമത്തെ സ്കന്ധത്തിൽ അത് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തോളൂ. അപ്പൊ ദത്താത്രേയൻ പ്രധാനമായിട്ടും ഈ പറയുന്ന യദു, അതുപോലെ തന്നെ പ്രഹ്ലാദൻ, ഹൈഹയ തുടങ്ങിയവർക്ക് ഉപദേശിച്ച അതില് നമുക്ക് കാണാം ഒരു 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ ഗുരുക്കന്മാർ ആരാണെന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കാം, സമയം കുറവായതുകൊണ്ട്. അപ്പം നിങ്ങള് ദത്താത്രേയൻ പ്രധാനമായിട്ടും വൈരാഗ്യം, സ്വാതന്ത്ര്യം, ഈ 2 കാര്യത്തെ പറ്റിയാണ് ദത്താത്രേയ മുനി നമുക്ക് ഉപദേശിച്ചു തന്നത്. അപ്പം ദത്താത്രേയന്റെ അവതാര ഉദ്ദേശം ലോകം തന്നെയാണ് ഗുരു എന്നാണ് അദ്ദേഹം എന്ന സത്യം നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ഈ പ്രകൃതി തന്നെ, അല്ലെങ്കിൽ ഈ ലോകം തന്നെ, നമ്മൾ ചുറ്റോടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഗുരുവാണെന്നുള്ള തത്വം അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സന്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. പിന്നെ ആസക്തി ഇല്ലാത്ത ജീവിതം പഠിപ്പിക്കുക. പ്രത്യേകിച്ച് ഒന്നിനോടും ഒരാസക്തി, അല്ലെങ്കിൽ ഒട്ടാതെ നമ്മള് ജീവിതം മുന്നോട്ട് പോവുക. എല്ലാം ആകാം, പക്ഷെ ഒന്നിലേക്കും ഒട്ടരുത്. നമ്മൾ ഈ ഭൗതിക ജീവിതമല്ല ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ കൂടെ ഒന്നും അല്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നിനോടും അമിതമായ ആസക്തി, ഒട്ടലോ പാടില്ല. അപ്പൊ അവതാര ഉദ്ദേശം 3 എണ്ണം പറഞ്ഞു. ഇനി അവതാര മഹിമ. ഇപ്പം രാജാവായ യദുവംശത്തിന്റെ ആചാര്യനായ
ആ പിതാവായ യദുവിന് ഉപദേശം നൽകിയ മഹായോഗിയാണ് അദ്ദേഹം. പിന്നെ അടുത്ത രണ്ടാമത്തേത്, ഔപചാരിക ഗുരു അല്ലാതെ 24 ഗുരുക്കന്മാരിൽ നിന്നുമാണ് അദ്ദേഹം ജ്ഞാനം നേടിയത്. അദ്ദേഹം പ്രകൃതിയിലുള്ള ചുറ്റോടി ചുറ്റുള്ള 24 ഗുരുക്കന്മാരിൽ നിന്നുമാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത്. പിന്നെ ഇദ്ദേഹമാണ് അവധൂത പരമ്പരയുടെ ആധാരം. എന്താണ് അവധൂതൻ? ഇതേപോലെ ഗുരുക്കന്മാരിൽ നിന്നല്ല, പ്രകൃതിയിൽ നിന്ന് ഈ പ്രകൃതിയെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് ഈ ജന്മനാ തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ അതീന്ദ്രിയ ജ്ഞാനം കൈവരിച്ചിട്ട് ഈ പറയുന്ന പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഈ ജ്ഞാനവും അതുപോലെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന അവധൂതന്മാരെയൊക്കെ നമുക്ക് ചിലപ്പം നമ്മുടെ വീട്ടിൽ അവധൂതനെ പോലെ ഒരാളെത്തും. എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല, എവിടുന്ന് പോകുന്നെന്ന് അറിയത്തില്ല, എവിടെ ജീവിക്കുന്നെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ആൾക്കാരാണ് അവധൂതന്മാര്. പ്രത്യേകിച്ച് ഒരു ആശ്രമം ഉണ്ടോ? ഇല്ല. പ്രകൃതി തന്നെയാണ് അവരുടെ എല്ലാം, അല്ലെ? അവരെന്ത് ഭക്ഷിക്കുന്നു, എവിടെ കിടന്നുറങ്ങുന്നു, ഒന്നും കാണത്തില്ല. ചിലപ്പം നമുക്കൊരു പ്രത്യേക നിയോഗം ഉണ്ടെങ്കിൽ ഒരു അവധൂതൻ അവിടെ എത്തി പറയും, നിങ്ങൾക്ക് ജ്ഞാനാംബിക മാതാജിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെവിടെ പോയെന്ന് നമുക്ക് കാണാനില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് അവധൂതന്മാര്. അപ്പം ദത്താത്രേയൻ നൽകിയ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 5 തത്വത്തോളം ഉണ്ട്. എല്ലാറ്റിലും ഗുരുത്വം കാണുക, എല്ലാത്തിലും ഗുരുത്വം കാണുക. പിന്നെ ആസക്തി ഇല്ലായ്മ, പിന്നെ സ്വാതന്ത്ര്യം. നമ്മൾ ഈ ബന്ധനം എപ്പോഴാണ് വരുന്നത്? ആസക്തി വരുമ്പോഴാണ് ബന്ധനം വരുന്നത്, അല്ലെ? ഒട്ടിൽ വരുന്നത്, അല്ലെ? അപ്പൊ ആസക്തി ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമായി, ഫ്രീഡമായി, അല്ലെ? മാതാജി ബ്രഹ്മോത്സവത്തിനൊക്കെ പോയോ? ചിലപ്പം 10 പോയി 80 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രാരാബ്ധവും 2 ദിവസം പോയി. പ്രാരാബ്ധവും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പോകാൻ പറ്റത്തില്ല. പ്രാരാബ്ധങ്ങൾ ഇങ്ങനെ കൂടി വരിക, 2 ദിവസം ഒട്ടല് അവിടെ വന്നു ആയിരുന്നു. 2 കഴിഞ്ഞാൽ. ദിവസം അവിടെ ആയിരുന്നു. അതെ അല്ലേ? 2 ദിവസം അവിടെ ആയിരുന്നു. അത് അവിടെ ഒരു ആക്സിഡന്റും പറ്റി പ്രഭു. അത് ഞാൻ പറഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നു മാതാജി. ഒരു അടുത്തത് ആത്മസന്തോഷം. നമ്മുടെ ആത്മാവിന് സന്തോഷം എന്ന് പറഞ്ഞ വികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അടുത്തത് സുഖദുഃഖങ്ങളിൽ സമത്വം. സുഖവും ദുഃഖങ്ങളിലും ആ ഒരു സമമായിട്ട് കാണുക, രണ്ടിനെയും ഒരുപോലെ ഒരേ ത്രാസിൽ വെച്ചിട്ട് തൂക്കി ആ ഒരു രീതിയിൽ കാണുക. സുഖം നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടാണോ നമുക്ക് ദുഃഖം വരുന്നത്? ദുഃഖം ഇങ്ങനെ താനെ വന്നു ചേരുന്നല്ലേ? സുഖവും അതുപോലെ തന്നെ താനെ വന്നു ചേരുന്നതാണ്, അല്ലേ? പിന്നെ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താണ് ഈ സുഖമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. എത്ര ദുഃഖാവസ്ഥയായിരിക്കും പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ മനസ്സിനെ മനസ്സിനെ നമ്മൾ യോഗയൊക്കെ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ അതിലേക്ക് ആസക്തി ഇല്ല, അല്ലെങ്കിൽ അതിലേക്ക് ആ വിഷയത്തിൽ നമ്മൾ വീണു പോകില്ല. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള തത്വം. പ്രകൃതി മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുക ആണല്ലേ? ഇതാ ആ ശ്ലോകം ശശികല മാതാജിക്ക് അറിയായിരിക്കും. എന്തായിരുന്നു? ഈശോവാസ്യമിതം പുണ്യം എന്ന് പറഞ്ഞിട്ടല്ലേ? ഈശോപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഈശോവാസം, ഈശ്വരനാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. അപ്പൊ ഇതാണ്. അപ്പം അവതാര ഉദ്ദേശം പറഞ്ഞു, അവതാര മഹിമ പറഞ്ഞു, ദത്താത്രേയൻ നൽകിയ തത്വങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മള് ഈ 24 ഗുരുക്കന്മാരെ പറ്റി, അത് പല ഇതിലും നമ്മൾ പലതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. പല ആൾക്കാരുടെ ലെക്ചറുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഭാഗവതം വായിക്കാത്ത കാരണം എനിക്ക് ഭാഗവതത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ ഒരു കോട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ട് പറയാം. അത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പം ശരിക്കും ഭാഗവതമൊക്കെ വായിച്ച് അറിയാവുന്നവർക്ക് ചിലപ്പോൾ വൈരുദ്ധ്യ അഭിപ്രായം കാണുമായിരിക്കും. അപ്പൊ ക്ഷമിക്കുക, ഞാൻ ഇത് നോക്കിയതിൽ കണ്ടത് ഇങ്ങനെയാണ്. ഞാൻ പക്ഷെ വേറെ 1-2 ലെക്ചറിൽ കേട്ടപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുന്നു. നമുക്ക് ഭൂമി അല്ലെങ്കിൽ പൃഥ്വി ആദ്യത്തെ ഗുരുവാണ്. എന്താണ് ഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത്? ഭൂമിയെ നമ്മൾ ഭൂമി സർവം സഹയാണ്, അല്ലെ? സർവം സഹ, എന്ത് വന്നാലും സഹിക്കാൻ പഠിക്കുന്ന ഒരു ഇതാണല്ലേ ഭൂമി.
ഈ ഖനനം ചെയ്യുന്നു, നമ്മൾ വലിയ വലിയ നിർമ്മിതികൾ നടത്തുന്നു, നമ്മൾ ഈ മണല് വാരുന്നു, ഖനനം ചെയ്യുന്നു, വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നു, പ്ലാസ്റ്റിക് തള്ളുന്നു, ഇതെല്ലാം സഹിക്കുകയാണ് അല്ലെ. പക്ഷെ ഭൂമിക്ക് ഭാരം താങ്ങാൻ വരാതെ എന്താ എപ്പോഴാണ് അധർമ്മം വരുമ്പോഴാണ്. ഭൂമിക്ക് ഒരിക്കലും ഭാരം താങ്ങാൻ വരുന്ന അധർമ്മികളായിട്ടുള്ള ആൾക്കാര് കൂടുമ്പോൾ ഭൂമിക്ക് എന്താണ് ഭാരം താങ്ങാനായിട്ട് പറ്റില്ല അല്ലെ. ഇത് മുഴുവൻ താങ്ങുന്ന ഭൂമിക്ക് അസത്യവും അധർമ്മവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൂമിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴാണല്ലോ ഭൂമിദേവി എന്താണ് പാഞ്ഞോടി എങ്ങോട്ടേക്ക് പോകുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെ. ബ്രഹ്മദേവനെയൊക്കെ വിളിച്ചുകൊണ്ട് പശുവിന്റെ വേഷം കെട്ടിയിട്ടല്ലേ, എല്ലാ പ്രാവശ്യവും നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇനി അടുത്തത് ക്ഷമ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, പൃഥ്വിയിൽ നിന്ന് പഠിച്ചത് ക്ഷമ അല്ലെങ്കിൽ തിദിക്ഷ എന്ന് പറയും. തിദിക്ഷ സംസ്കൃതത്തിൽ ദുഃഖത്തിലും അപമാനത്തിലും പ്രതികാരം ചെയ്യാതെ ധൈര്യത്തോടെ നിലകൊള്ളുക എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തേത് വെള്ളം. വെള്ളത്തിന് വേറൊരു പേരുണ്ട്, അപ്പ് എന്ന് പറയും. വെള്ളം എന്താണ് പ്രത്യേകത, നിങ്ങൾക്ക് ആർക്കാ പറയാൻ പറ്റുന്നത്? ഒരു വെള്ളം സ്ഥലത്ത് എല്ലാത്തിനെയും തന്നെ ഒരു ശുദ്ധീകരിക്കും. കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കാതെ മൂവ് ചെയ്യാം. അതുകൊണ്ട് വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. താണ വെള്ളം നിലത്തെ ശുദ്ധീകരിക്കും, നീരോടും നമ്മൾ അത് കേട്ടിട്ടില്ലേ, ദാഹം താണ തീർക്കും. നിലത്തെ നീരോടും. ദാ- അതായത് ആ, നമ്മൾ ഈ തല പൊക്കി പിടിച്ചോണ്ടിരുന്ന നടക്കുക. അപ്പം താണ നിലത്തെ നീരോടും എന്ന് പറഞ്ഞാൽ താന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊന്ന് താന്ന് കൊടുത്താൽ മതി അല്ലേ. അതുപോലെ തന്നെ വെള്ളം എന്താണ് എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നു അല്ലെ. നമ്മളുടെ ശരീരം കഴുകുന്ന, വസ്ത്രങ്ങൾ കഴുകുന്നത്, ഇതെല്ലാം നമ്മൾ വെള്ളത്തിലാണല്ലോ അല്ലെ. വെള്ളം എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നു, എന്നാൽ അത് സ്വയം മലിനമാകുന്നു ഇല്ല. അതാണ് വെള്ളത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് പഠിച്ച തത്വം എന്താണ്? ശുദ്ധി, വിനയം. വെള്ളത്തിൽ നിന്ന് പഠിച്ച തത്വങ്ങൾ എന്താണ്? ശുദ്ധി, വിനയം. പിന്നെ എന്താണ്? അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ഈ വെള്ളമായിട്ട് ഉപമിച്ച ആരെയാണ്? സജ്ജനങ്ങളെയാണ് അല്ലെ. അപ്പൊ നല്ല ആൾക്കാരോട് നമ്മൾ സംഘം ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളും ശുദ്ധമാകും. അതാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെ അഗ്നിയുടെ കാര്യം എന്താണ്? അഗ്നി എല്ലാത്തിനെയും ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ പിടിച്ചു നിർത്തുന്നില്ല. അഗ്നി എന്താണ്? ഇങ്ങനെ ഒരു സാധനം ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുവോ? ഇല്ലല്ലേ, അതിനെ പെട്ടെന്ന് ഭക്ഷിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ്? അതിനും വ്യത്യാസമില്ല. അതിനും വ്യത്യാസം ഇല്ലല്ലോ. മലവും മൂത്രവും നല്ലതും ചീത്തയും ഒക്കെ എന്താണ് കത്തിക്കില്ലേ, എല്ലാം അതുകൊണ്ടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഏത് സാഹചര്യം ആണെങ്കിലും എന്ത് മലിനമാണെങ്കിലും അതിനെയെല്ലാം അഗ്നിശുദ്ധി വരുത്തും എന്നുള്ളതാണ് അഗ്നിയുടെ വേറൊരു പ്രത്യേകത. അഗ്നിശുദ്ധി എത്ര മലിനമായാലും അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയൊരു ശുദ്ധിയില്ല. അപ്പം ഇതിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന, എന്നാൽ അതിനെ പിടിച്ചു നിർത്തുന്നില്ല. എന്നാൽ അതിനൊരു വിവേചനം. ഒരു കൊച്ചു കുട്ടിയാണ് ഒരു തീയുടെ അടുത്തേക്ക് ചെല്ലുന്ന കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞ് അഗ്നി മാറുന്നുണ്ടോ? ഇല്ല. ആരിലും ഒരു വിവേചനം ഇല്ല, എല്ലാവരിലും ഒരുപോലെ. അഗ്നിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ആസക്തി ഇല്ലായ്മ, വിഷയങ്ങൾ അനുഭവിക്കാം പക്ഷെ അതിന് അടിമയാകരുത്. ഇതാണ് അഗ്നി നമ്മളെ പഠിപ്പിക്കുന്നത്. അഗ്നി എന്ന ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് വിഷയങ്ങൾ നമ്മളെ അനുഭവിക്കാം പക്ഷെ അടിമയാകരുത് എന്നുള്ള കാര്യമാണ്. ഇനി അടുത്ത് വായു എല്ലായിടത്തും സഞ്ചരിക്കുന്നു, എന്നാൽ ഒന്നിലും ബന്ധിതനല്ല. അതായത് സുഗന്ധമാണ് വരുന്നതെങ്കിൽ ആ സുഗന്ധം എല്ലായിടത്തും പരത്തും, ദുർഗന്ധമാണെങ്കിൽ ദുർഗന്ധം പലർത്തും അല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മള് സുഗന്ധം പലർത്തുന്ന ആളുടെ കൂടെ നമ്മള് അസോസിയേറ്റ് ചെയ്യുക. ദുർഗന്ധം വമിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നമ്മൾ പഠിക്കേണ്ട തത്വം. അപ്പം നമ്മൾ ജീവിതത്തിൽ എവിടെ ആയാലും സ്വതന്ത്രരായിരിക്കണം എന്നുള്ള തത്വമാണ് വായുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എവിടെയായാലും ഉള്ളിൽ സ്വതന്ത്രരായിരിക്കണം. നമ്മള് എന്താണ്? നല്ല സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നല്ലത്, മോശം വന്നു കഴിഞ്ഞാൽ അത് മോശം കാര്യം ചെയ്യും. പക്ഷെ നമ്മൾ അതിനെ എടുക്കരുത്, നമ്മളുടേതായിട്ടൊന്നും എടുക്കരുത്. അതാണ് നമ്മൾ വായുവിൽ കൂടെ പഠിക്കുന്നത്. അടുത്ത ആകാശം എന്താണ്? നമ്മളിവിടെ മേഘങ്ങൾ വരുന്നു പോകുന്നു, പക്ഷെ ആകാശം ഒരിക്കലും മാറുന്നില്ല. ആകാശത്തിന്റെ ആ നീലിമയ്ക്ക് എപ്പോഴേലും ഒരു വ്യത്യാസം ഉണ്ടോ? ഇല്ല. മേഘങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ ചിലപ്പം ആകാശം നമ്മൾ കാണാതെ വരുന്നു. കാർമേഘം കെട്ടിക്കിടക്കുന്നു, ചിലപ്പോൾ വെള്ള മേഘങ്ങളായിരിക്കും, ഇടയ്ക്ക് കുറച്ച് നീല കാണാം.
എന്നാലും അതിന്റെ അഗാധത അല്ലെ, ആകാശത്തിന്റെ വിശാലത നമ്മൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അല്ലെ. അപ്പം ആകാശം ഒരിക്കലും മാറുന്നില്ല. അപ്പൊ അതിന്റെ പഠിക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ അസംഗത എന്ന തത്വമാണ് പഠിക്കുന്നത്. അസംഗത. സുഖദുഃഖങ്ങൾ വരും പോവും, പക്ഷെ ആത്മാവ് അചഞ്ചലമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. സുഖദുഃഖങ്ങള് വരികയും പോവുകയും ചെയ്യും, പക്ഷെ ആത്മാവ് അചഞ്ചലമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് നമ്മൾ ചന്ദ്രനെയാണ് പഠിക്കാൻ പോകുന്നത്. ചന്ദ്രൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ നെഗറ്റീവ് വശമുണ്ട്. അത് ഒരു ഗുരുവായിട്ട് തന്നെ എടുക്കണം, ഈ പറഞ്ഞ ഓരോന്നിനും. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, കാര്യം സമയം കുറവായതുകൊണ്ട്. കഥ അല്ല, അതിന്റെ ചന്ദ്രന്റെ അതെന്താന്ന് വെച്ചാൽ ചന്ദ്രൻ വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്നില്ല. വൃദ്ധിയും ക്ഷയവും ഉണ്ട് ചന്ദ്രൻ അല്ലെ. 15 ദിവസം ഇതാകും, വൃദ്ധിയായിരിക്കും. അടുത്ത 15 ദിവസം ക്ഷയമായിരിക്കും. അല്ലെ പൗർണമി അമാവാസി നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ചന്ദ്രൻ ഈ നമ്മുടെ ഗ്രഹനിലയില് മോശമായ സ്ഥാനത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ മനകാരകൻ എന്നാണ് പറയുന്നത് അല്ലെ. മാനസിക രോഗമുള്ള വ്യക്തിയാണെന്ന് ജ്യോതിഷന്മാരെ നോക്കിയിട്ട് പറയും അല്ലെ. ചന്ദ്രൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്രാമത്തെ രാശിയിലാണ് നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എന്താണ്, ചന്ദ്രന് മൗഢ്യം സംഭവിച്ചുകൊണ്ട് ഈ ആൾക്ക് മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് ജ്യോത്സ്യന്മാരെ നോക്കിയിട്ട് പറയും. അപ്പം മാറ്റം മനസ്സിനാണ്, പക്ഷെ ആത്മാവിനെ ആ മാറ്റം ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിന്റെ ആ ഒരു സമതുല്യതയാണ് നമ്മൾ ഈ ഒരു തത്വം ചന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ സൂര്യന്റെ കൃത്യനിഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. കൃത്യനിഷ്ഠത, രാവിലെ കൃത്യമായിട്ട് ഉദിക്കുന്നു, അസ്തമിക്കുന്നു അല്ലെ. ഏതൊക്കെ സാഹചര്യം ഉണ്ടായാലും സൂര്യൻ എന്താണ്, അതിന്റെ കൃത്യനിഷ്ഠയിൽ നിന്നൊന്നും പിന്തിരിയുന്നില്ലല്ലോ അല്ലെ. അപ്പം അതുപോലെ തന്നെ വെള്ളം എടുത്തിട്ടും അതിനെ സ്വന്തമാക്കുന്നില്ല. അതുപോലെ സൂര്യൻ എന്താണ്, എവിടെ ഏത് മലിനമായിട്ടുള്ള സ്ഥലത്തു നിന്നും വെള്ളം എടുക്കും അല്ലെ. ഈ സമുദ്രത്തിലെ വെള്ളം എടുക്കും, അതുപോലെ തന്നെ കിണറിലെ എടുക്കും, എല്ലാ സ്ഥലത്തെയും വെള്ളം എടുക്കും. മലിനമായ ഏത് വേസ്റ്റ് കുഴി പൊട്ടി കിടക്കുകയാണെങ്കിലും അവിടുത്തെ എല്ലാം വെള്ളത്തിനെ വറ്റിച്ചെടുക്കും. പക്ഷെ അതില് എന്താണ്, അതിനെ സ്വന്തമാക്കുന്നില്ല. മനസ്സിലായല്ലോ. ആ മാലിന്യത്തെ അതിനെയൊന്നും സ്വന്തമാക്കുന്നില്ല. നല്ലതിനെ സ്വന്തമാക്കുന്നില്ല, മാലിന്യത്തിനെ സ്വന്തമാക്കുന്നില്ല. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന നിസ്വാർത്ഥ സേവനമാണ്. എടുക്കുക എന്നാൽ സ്വന്തമാക്കരുത്. നിസ്വാർത്ഥ സേവനം. ഇനി അടുത്തത് പ്രാവ് അല്ലെങ്കിൽ കബോധ. പ്രാവ് അല്ലെങ്കിൽ ബോധം. അത് 8ാമത്തെ ഗുരുവാണ്, 8ാമത്തെ ഗുരു. അപ്പൊ അതിന്റെ ആസക്തി മൂലം അപകടത്തിലാകുന്നതാണ് ഈ പ്രാവ് അല്ലെ. എന്തെങ്കിലും തീറ്റകളൊക്കെ ഇട്ട് കൊടുക്കുവോ, അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളോടുള്ള ആസക്തി മൂലമൊക്കെ എന്താണ്, അപകടത്തിൽ ആരും എന്തെങ്കിലും തീറ്റ വിട്ടെടുത്താൽ വളരെ എളുപ്പം നമുക്ക് പ്രാവിനെയൊക്കെ പിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിൽ നിന്ന് പഠിച്ച തത്വം ബന്ധമോഹത്തിൽ കൂടെ അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് 9ാമത്തെ ഗുരു പൈത്തൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഭിക്ഷാടകൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാകില്ല, ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒറ്റയ്ക്ക് നടക്കുന്ന ഭിക്ഷാടകൻ ശാന്തനാണ്. നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ? ഇപ്പൊ ഈ കലിയുഗത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന ഭിക്ഷാടകൻ ശാന്തനാണ് എന്ന് നമുക്കത്, ഇത് പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല വല്ലവരെയും കൊന്നിട്ടാണോ എന്ന് ആർക്കറിയാം. ഒറ്റയ്ക്ക് കിടക്കും. വയലന്റ് ആകുന്ന ആൾക്കാരും ഉണ്ട്, അത് കാരണം. അതുപോലെ അപ്പൊ ഇവിടെ പറയുന്ന തത്വം എന്താന്ന് പറഞ്ഞാൽ, ഏകാന്തത ആത്മശുദ്ധിക്ക് സഹായകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകാന്തത ആത്മശുദ്ധിക്ക് സഹായകമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 24 പേരുണ്ട്, അതാണ് നമുക്ക് പെട്ടെന്ന് പോകാം. 10ാമത്തേത് പാമ്പ്. ഇപ്പൊ എന്താ പ്രഭു പറഞ്ഞേ? ഏകാന്തത ആത്മശുദ്ധിക്ക് സഹായകം. അല്ല 9ാമത്തെ ഗുരു എന്താന്നാ പറഞ്ഞേ? ഭിക്ഷാടകൻ, പൈത്തൽ എന്ന് പറയും. പൈത്തൽ. അടുത്തത്
10-ാമത്തേത് പാമ്പ്. പാമ്പ് കുഴി ഉണ്ടാക്കുന്നില്ല, കിട്ടുന്നതിൽ ജീവിക്കുന്നു. ആരെങ്കിലും ഉണ്ടാക്കി, എലിയൊക്കെ ഉണ്ടാക്കി മാളത്തിൽ പോയി അത് ജീവിക്കുന്നു അല്ലെ. തത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ശേഖരണം, അനാവശ്യമായിട്ടൊന്നും. നമ്മൾ ഇങ്ങനെ വീട് എല്ലാം കെട്ടി, ബംഗ്ലാവ് എല്ലാം കെട്ടിയിട്ട് നമുക്ക് പാർക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അത് കിടന്ന് വെറുതെ ഇങ്ങനെ നശിച്ചു പോകും. നമ്മൾ ഇവിടെ നിൽക്കുന്നു അല്ലെ, നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ മണിമാളികളെ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ അത് കിടന്ന് മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് നശിച്ചു പോകുന്നു അല്ലെ, ആരെങ്കിലും കൊണ്ടുപോയി കൊള്ളയടിക്കുന്നു അല്ലെ. അപ്പൊ ആവശ്യത്തിന് മാത്രം ശേഖരണം. ഇനി 11 സമുദ്രം. സമുദ്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നദികൾ ഒഴുകിയെത്തിയാൽ സമുദ്രം കവിഞ്ഞൊഴുകുന്നില്ല. പിന്നെ എന്താണ് സമുദ്രത്തിന്റെ അഗാധത അല്ലെ. നമ്മൾ മനസ്സിന് എത്ര സമുദ്രത്തോളം ആഴം വേണം അല്ലെ, ആ ഒരു പരപ്പ് അല്ലെങ്കിൽ വിശാലത. പഠിച്ച തത്വം എന്ന് പറഞ്ഞാൽ ഗൗരവവും സ്ഥിരതയുമാണ് സമുദ്രത്തിൽ നിന്ന് പഠിക്കുന്നത്. ഇനി അടുത്തത് ഈയാമ്പാറ്റ. പതംഗം എന്ന് പറയും, പതംഗം, ഈയാമ്പാറ്റ. അത് ഈയാമ്പാറ്റയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രകാശം കാണുമ്പം ഞാൻ ആ പറ്റ ഈയാമ്പാറ്റ കണ്ണിന്റെ ഇതിൽ നമ്മളെ പ്രശ്നമാക്കും. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണ് മുഖാന്തരം അപകടത്തിൽപ്പെടുന്ന ജീവിയാണ്. അതൊരു ഗുരുവാണ് നമ്മളുടെ ഈയാമ്പാറ്റ അല്ലെ. എവിടെ പ്രകാശം അല്ല അഗ്നി കാണുകയാണ് അവിടെ പോയി അപ്പൊ തന്നെ അതിന്റെ ജീവിതം പോകും അല്ലെ. പഠിച്ചത് കാമം നാശത്തിലേക്ക് നയിക്കുന്നു. കാമം നാശത്തിലേക്ക് നയിക്കുന്നു. ഇനി അടുത്തത് 13-ാമത്തെ ഗുരുവാണ് തേൻചീന്ത് എന്ന് പറയുന്നു. അത് എനിക്കറിയില്ല. നിങ്ങൾ എന്താണ്, ഏത് ജീവിയാണ്? തേനീച്ചയാ പ്രഭു. തേനീച്ച അല്ലേ. തേൻചീന്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അത് ചിലപ്പോ സംസ്കൃതത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും. മറ്റുള്ളവർക്കായി തേൻ ശേഖരിക്കുന്നു, ഒടുവിൽ തേൻ മറ്റൊരാൾ കൊണ്ടുപോകുന്നു. സ്വന്തമായിട്ട് കഴിക്കുന്നില്ല, ശേഖരണമേ ഉള്ളൂ. മറ്റുള്ളവർക്കായി ശേഖരിക്കുന്നേ തേൻ ഉള്ളൂ, സ്വന്തമായിട്ട് ശരിയാ. തേനീച്ച തന്നെയാണ്. മറ്റുള്ളവർക്കായി തേൻ ശേഖരിക്കുന്നു, ഒടുവിൽ തേൻ മറ്റുള്ളവർ കൊണ്ടുപോകുന്നു. പഠിച്ച തത്വം എന്താണ്? ലോഭം ദുഃഖം നൽകും. ലോഭം ദുഃഖം നൽകും. ഇനി അടുത്ത 14 ആന. ആന എന്താണ്? നമ്മുടെ ത്വക്ക് കൊണ്ടുള്ള ഒരു ഇതിൽ പെടുന്ന ആളാണ്. ത്വക്ക് നമ്മുടെ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്. അതിൽ ത്വക്ക് കൊണ്ട്, അതായത് ഇങ്ങനെ ഈ അടി തെറ്റിയാൽ ആനയും വീണെന്ന് പറയില്ല, ഇങ്ങനെ ഈ ആനയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ കൊണ്ടേ വെക്കും അല്ലേ, എന്നാ പറഞ്ഞ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ പെണ്ണാനയുടെ ഗന്ധത്തിൽ വീണ ആന കുടുങ്ങിപ്പോയി. ഈ ഇതില്ല, എന്നെ പിടിയാനെ കൊണ്ടുവരില്ല, അതിന്റെ പേരെന്താണ്? താപ്പാനെ കൊണ്ടുവന്ന് ആനയെ കൊടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പഠിച്ച തത്വം വിഷയാസക്തിയുടെ ദോഷം. വിഷയാസക്തിയുടെ ദോഷം. 15 മാൻ. മാനിന്റെ തന്നെ ഞാൻ 2 തരത്തിൽ കേട്ടിട്ടുണ്ട്. കസ്തൂരിമാനിന്റെ കേട്ടിട്ടുണ്ട്. കസ്തൂരിമാൻ മൂക്കും കൊണ്ടുള്ള ഇതിൽ പെട്ടുപോകുന്നതാണ്. അതിന്റെ പുറകിൽ നിന്നാണ് ഈ പറയുന്ന ഏറ്റവും വലിയ സൗന്ദര്യദ്രവ്യമായ കസ്തൂരി വരുന്നത്. പക്ഷെ അതിന്റെ മണത്തിൽ ആകർഷണമായിട്ട് ഇങ്ങനെ നടക്കുക. എവിടുന്നാ വരുന്നത് അതിന് തന്നെ അറിയത്തില്ല. അതിങ്ങനെ ഈ മണം അന്വേഷിച്ചിട്ട് മത്ത് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്നിട്ട് ഏതെങ്കിലും ജീവിയുടെ വായിൽ ചെന്ന് വിടും കസ്തൂരിമാന്. കാര്യം അത് മത്ത് പിടിച്ച് നടക്കുകയാണ് അല്ലെ. ഇവിടെ പറയുന്നത് സംഗീത ശബ്ദത്തിൽ, അതായത് ചെവിയുടെയാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുള്ള മൂക്കിന്റെയാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ ഇത് ചെവിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സംഗീത ശബ്ദത്തിൽ ആകർഷണമായി വേട്ടക്കാരനിൽ കുടുങ്ങുന്നു. നമ്മൾ പാമ്പിനെയാണല്ലോ അത് കണ്ടിട്ടില്ല അല്ലെ. ഇങ്ങനെ ഈ പാമ്പ് പിടുത്തക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ ശബ്ദം അല്ലെ കാണിച്ചിട്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ തിരിച്ചാ പറയുന്നത്. അപ്പൊ ശബ്ദാസക്തി അപകടമാണ്. മാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശബ്ദാസക്തി അപകടമാണ്. 16 മത്സ്യം. മത്സ്യം എന്താണ്? നാവിന്റെയാണ്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതിലെ നാക്കിന്റെ ഇതുള്ള ആളാരാണ്? മത്സ്യം. ഏതെങ്കിലും ഇരയിട്ട് കൊടുക്കുമ്പോ ആ രുചി ആലോചിച്ച് വന്നിട്ട് അത് അതിന്റെ ജീവിതം നശിപ്പിക്കും. പഠിച്ച തത്വം എന്ന് പറഞ്ഞാൽ രുചിബന്ധനം ഒരിക്കലും പാടില്ല. രുചിബന്ധനം. ഇനി അടുത്ത് 17-ാമത്തെ ആള് പിങ്കള എന്ന് പറയുന്ന സ്ത്രീയാണ്. പിങ്കള ആരാണ്? പുരാണത്തിൽ പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. ആരാണ്?
സാധാരണക്കാരിയല്ല. ആ ആരാണ് പിങ്കള? ഒരു വേശ്യയാണ്, വേശ്യ, വേശ്യാ സ്ത്രീയാണ് അല്ലേ? ഒരു വേശ്യ. ആ. അപ്പൊ ആശ ഉപേക്ഷിച്ചപ്പോൾ എന്താണ്? അവർക്ക് ശാന്തി ലഭിച്ചു. പഠിച്ച തത്വം വൈരാഗ്യം. പിങ്കളെ എന്താണ് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ആര് വന്നു? പിങ്കളയുടെ സ്വഭാവം എന്താണ്? ഒരു ദിവസം ഒരു കസ്റ്റമറെ ഉള്ളു സ്വീകരിക്കുള്ളൂ അല്ലെ? ആ ഒരു കസ്റ്റമറെ അതെ, സ്വീകരിച്ച് അതെ. അവരെന്തിനാണ്? അന്നത്തിന് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാണ്, ഉപജീവനമായിട്ടാണ് ഇത് പോന്നിരുന്നത് അല്ലെ? അല്ലാതെ അവരുടെ ഈ കാമാസക്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അവർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോർ അടയ്ക്കും, പിന്നെ ഒരാളെ സ്വീകരിക്കില്ല. അവർക്ക് അന്നന്നത്തെ അന്നത്തിനുള്ളത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ് ഈ പ്രവൃത്തി തുടർന്നിരുന്നില്ല. അപ്പം വിഷ്ണു എന്ത് ചെയ്തു? ഭയങ്കര വേഷം മാറി ഇവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഭരണങ്ങളൊക്കെ, ശരീരം നിറച്ച ആഭരണങ്ങൾ, സ്വർണ്ണ കിഴി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് ഒരുപാട് നിർബന്ധിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അവസാനം വാതില് തുറക്കാനായിട്ട് ഭഗവാൻ ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ അതിസുന്ദരമായ രൂപമൊക്കെ കണ്ടു, ആഭരണങ്ങളൊക്കെ കണ്ടു. പണക്കിഴി കൊടുത്തിട്ടൊന്നും അവര് സ്വീകരിച്ചില്ല. അവര് ആ ഒരു തത്വത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവര് ആസക്തി ഉണ്ടായില്ല. അവര് വൈരാഗ്യത്തിന്റെ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന സ്ത്രീയാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. പിന്നെ അവരെ 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവായിട്ട് സ്വീകരിക്കുകയായിരുന്നു. അടുത്തത് 18 കുരുവിയാണ്. കൂടിനോടുള്ള മോഹത്തിൽ കുരുവി ദുഃഖിക്കുന്നു. ഇതാണ് പഠിച്ച തത്വം കുടുംബ മോഹബന്ധനം. കുരുവി നല്ല ഇതായിട്ട് കൂടൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലെ? ഇങ്ങനെ നെയ്ത് 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 എത്ര എത്ര കഷ്ടപ്പെട്ടാണ് അതിങ്ങനെ ഇത് കൂടൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ? കുടുംബ മോഹബന്ധനമാണ് പഠിപ്പിക്കുന്നത്. 19-ാമത്തേത് ബാലൻ. ബാലന് കുട്ടികളെ കണ്ടിട്ടില്ലേ? വളരെ നിഷ്കളങ്ക, ഒരു ചിന്തയില്ല, ദുഃഖവും ഇല്ല, ഒന്നുമില്ല അല്ലെ? അപ്പൊ നിസ്സംഗതയാണ് നമ്മൾ പഠിക്കുന്നത് കുട്ടികളിൽ നിന്ന്. നിസ്സംഗത. അവർക്ക് എന്താണ് ഒരു ആസക്തി ഉണ്ടോ മുന്നോട്ട് ജീവിതം എങ്ങനെയാണെന്നും, നമുക്ക് പൈസ ഉണ്ടോ, അച്ഛനും അമ്മയും കഷ്ടപ്പെടുകയാണെന്നോ, ഇതൊന്നും അവരറിയുന്നില്ലല്ലോ അല്ലെ? അടുത്തത് കന്യക 20-ാമത്തേത് കന്യക. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ ബന്ധപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല. അതിഥി വരുമ്പോൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ കങ്കണങ്ങൾ ഒടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഠിച്ച തത്വം ഏകാഗ്രത. അത് നിങ്ങൾ എഴുതി വെക്കുക. അതിന്റെ ആൻസർ എന്നോട് ചോദിക്കരുത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അതിഥി വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കങ്കണങ്ങൾ ഒടിക്കുന്നു. ഏകാഗ്രത അതിൽ നിന്ന് പഠിച്ചത് എനിക്കറിയില്ല. കന്യകമാരാരുണ്ട് ഇപ്പം? എന്താണ് ഞൊട്ട വിട്ടോണ്ടിരിക്കും ഇപ്പൊ ആരെങ്കിലും? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എനിക്ക് സംസാരിക്കാനുണ്ട് പയ്യനോട് എന്ന് പറഞ്ഞിട്ടാണല്ലേ? പണ്ടത്തെ അവരൊക്കെ ആയിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ടിൽ മറഞ്ഞിരുന്ന് എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ, അല്ലെങ്കിൽ മട്ടുപ്പാവിലൊക്കെ ഈ ഉത്തരിയൊക്കെ മറച്ചിട്ടിട്ട് ഇങ്ങനെ, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഇപ്പൊക്കെ ആരാ അങ്ങനെയുള്ളത്? ഇനി അടുത്തത് 21 അമ്പുകുത്തി. അമ്പുകുത്തി എന്ന് പറയുന്ന ആള്, അതായത് ഒരു അസ്ത്രവിദ്യ പഠിച്ച വ്യക്തി, ഒരു അതിൽ പ്രാവീണ്യം നേടുന്ന, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആള് രാജാവ് കടന്നു പോയത് പോലും അറിഞ്ഞില്ല. ഈ അസ്ത്രവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള് രാജാവ് കടന്നുപോയത് അറിഞ്ഞില്ല. പഠിച്ച തത്വം എന്ന് പറഞ്ഞ പരിപൂർണ ശ്രദ്ധ. ഇതിനൊക്കെ ഓരോ സ്റ്റോറി ഉണ്ട്, ഇതിന് ഓരോന്നിനും. പ്രഭു അല്ലെ, പ്രഭു അത് 20-ാമത്തെയാണോ പറയുന്നത്? 20? 21-ാമത്തെ അമ്പുകുത്തി, 20-ാമത്തെ കന്യകയാണ്. 20 കന്യക. അതിനെന്തുവാ? അതല്ല ഞാൻ പറഞ്ഞു തീർന്ന മാതാജി, മനസ്സിലായില്ലേ? ഈ പെൺകുട്ടികൾ ഇപ്പോഴത്തെ ഇതിന്റെ മറവിൽ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതൊന്നും കേട്ടില്ലേ മാതാജി? ആ, കേട്ടു. ഏകാഗ്രതയാണ്. ശബ്ദം വന്നോണ്ട് കേട്ടില്ല. ഏകാഗ്രത. അമ്പുകുത്തി ഏകാഗ്രത. അപ്പൊ പിന്നെ 21-ാമത്തേത്. ബാലന്റെ എന്തുവാ? ബാലന്റെ എന്തുവാ? ബാലന്റെ എന്തുവാ? എന്റെ ദൈവമേ മാതാജി, ഇനി പുറകോട്ട് 19. പോകണം മാതാജി. ഇവിടെ നിസ്സംഗത ഒരുപാട് നിസ്സംഗത നിസ്സംഗത. നിസ്സംഗത. ആ. ഇനിയാ? ശരി ശരി. ഇനി അടുത്തത് അമ്പുകുത്തി പറഞ്ഞോ? 22 അമ്പുകുത്തി. പാമ്പൻ. അപ്പൊ അതൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി നമ്മൾ പറയുന്നില്ല. ശരീരം ഉപേക്ഷിച്ച പാമ്പനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന ശരീരം താൽക്കാലികമാണ് എന്നാണ്. പാമ്പൻ, ശരീരം ഉപേക്ഷിച്ച പാമ്പൻ, ശരീരം താൽക്കാലികമാണ്. ഇനി അടുത്തത് 23 ചിലന്തി. സ്വന്തം വല സൃഷ്ടിച്ച അത് പിന്നെ അത് തന്നെ നശിപ്പിക്കുന്നു.
ചിലന്തി സ്വന്തം വല സൃഷ്ടിച്ച് പിന്നെ അത് തന്നെ നശിപ്പിച്ച് പഠിച്ച തത്വം ഈശ്വരൻ സൃഷ്ടി ലയ കർത്താവ്. ഈശ്വരൻ തന്നെ സൃഷ്ടി നടത്തുന്നു, അദ്ദേഹം തന്നെ അത് അവസാനിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ചിലന്തിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ ഈ ചിലന്തിയെ പറ്റി വേറെയാണ് പഠിച്ചത്. ചിലന്തിയുടെ പരിശ്രമത്തെ പറ്റിയാണ് പറയുന്നത്. ചിലന്തി വല ഉണ്ടാക്കാനായിട്ട് പരിശ്രമത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ പറഞ്ഞിരിക്കുന്നതും ഞാൻ കേട്ടിട്ടുള്ള ലെക്ചേഴ്സിലും ഒക്കെ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ 11ാമത്തെ അധ്യായം ചെന്ന് ദത്താത്രേയന്റെ ആ ഒരു ഭാഗവത്തിൽ നിന്ന് മനസ്സിലായത് ഓതന്റിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് 24ാമത്തെ ഗുരു, അവസാനത്തെ ഗുരു എഴുതിക്കും, ശ്വാസം അല്ലെങ്കിൽ പ്രാണൻ. ശ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പ്രാണൻ നിയന്ത്രിക്കാം. പഠിച്ച തത്വം എന്ന് പറഞ്ഞ പ്രാണായാമം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം. പ്രാണായാമം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം. പ്രഭു ആ അമ്പുകുത്തിയോടെ ഒന്ന് പറഞ്ഞേരാം. അമ്പുകുത്തി അതിന്റെ എന്നാന്നുള്ളത് ഞാൻ എഴുതിയില്ല. അമ്പുകുത്തിയോ? 21. 21. അതല്ലേ പരിപൂർണ പ്രഭു പരിപൂർണ ശ്രദ്ധ, കോൺസെൻട്രേഷൻ. പരിപൂർണ ശ്രദ്ധ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. മാതാജി പറഞ്ഞ പോലെ നമ്മൾ രാജാവ് വരുന്നത് പോലും അറിയില്ല. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മുൻപിൽ വന്ന് നിന്നാൽ പോലും നമ്മൾ അറിയില്ല. അടുത്തത് നമ്മൾ 12ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. അതോടെ കൂടി എടുക്കാം. ഓടിച്ചെടുത്താൽ മതി. ഏ അത് ഓടിച്ചെടുത്താൽ മതി എന്ന് ഉറക്കം വരും. തദസപ്തമ ആകൂത്യാം രുചേര്യാജ്ഞോഭ്യ ജായത സ യമാദ്യൈ സുരഗണൈർ പാൽ സ്വായം ഭുവാന്തരം. തദസപ്തമ ആകൂത്യാം രുചേര്യാജ്ഞോഭ്യ ജായത സ യമാദ്യൈ സുരഗണൈർ പാൽ സ്വായം ഭുവാന്തരം. അതിന്റെ ശ്ലോകം ഞാൻ അമ്പിയ മാതാജി. ശ്ലോകം 12. തദസപ്തമയാഭൂത്യാം രുചേര്യജ്ഞോഭ്യജായതാം സ യാമാദ്യൈ സുരഗണൈർപാൽ സായം ഭുവാന്തരം. കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി അതിന്റെ പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. തഥ അതിനുശേഷം സപ്തമേ ശ്രേണിയിലെ 7ാമത്തെ ആകുതിയുടെ ഗർഭപാത്രത്തിൽ പ്രജാപതി രുചിയായ യജ്ഞം എന്ന ഭഗവത് അവതാരം അഭ്യജായത ആഗമിച്ചു. അവൻ യമനും മറ്റുള്ളവരോടൊത്ത് സുരഗണെ ദേവന്മാരോടുകൂടി അപാൽ ഭരിച്ചു സ്വയംഭുവ അന്തരം, സ്വയംഭുവ മനുവിന്റെ പരിവർത്തന കാലഘട്ടത്തിൽ. ഹരേ കൃഷ്ണ. വിവർത്തൻ ഭാവാർത്ഥം ഡിവൈൻ ഗീസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് കി പ്രജാപതി രുചിയുടെയും പത്നി ആകൂതിയുടെയും പുത്രനായ യജ്ഞനാണ് 7ാമത്തെ അവതാരം. സ്വയംഭൂ മനുവിന്റെ പരിവർത്തന കാലഘട്ടം അദ്ദേഹത്തിന്റെ പുത്രനായ യമൻ തുടങ്ങിയ ദേവന്മാരുടെ സഹായത്തോടെ ഭരിച്ചിരുന്നത് അദ്ദേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി അതിന്റെ ഭാവാർത്ഥം നമുക്ക് സബിതാ മാതാജിക്ക് ഇല്ലല്ലോ. ശശികല മാതാജി. ഹരേ കൃഷ്ണ. ശീലമാതായി എല്ലാ ഭാവാർത്ഥവും വായിച്ച്. ശരി, വായിച്ചോ. വേറെ ഹരേ കൃഷ്ണ. ഭൗതിക ലോക അനുശാസനങ്ങളെ സംരക്ഷിക്കുന്ന ദേവന്മാരുടെ അധികാര പദവികൾ ഈശ്വരഭക്തർക്ക് പ്രദാനം ചെയ്യപ്പെട്ടു. ഔവണ്ണമുള്ള ഈശ്വരഭക്തരായ ജീവാത്മാക്കൾക്ക് ക്ഷാമം നേരിടുമ്പോൾ ഭഗവാൻ സ്വയം ബ്രഹ്മാവും പ്രജാപതിയും ഇന്ദ്രനും ഒക്കെയായി അവതരിക്കുകയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സ്വയംഭൂവ മനുവിന്റെ കാലഘട്ടത്തിൽ വൈവസ്വത മനുവിന്റെ ഈ വർത്തമാന കാലഘട്ടം ഇന്ദ്രപദവിയിൽ വിരാജിക്കാൻ തക്ക യോഗ്യരായ ഒരു ജീവാത്മാവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഭഗവാൻ സ്വയം ഇന്ദ്രന്റെ പദവി ഏറ്റെടുത്തു. സ്വപുത്രനായ യമദേവന്റെയും മറ്റു ദേവന്മാരുടെയും സഹായത്തോടെ യജ്ഞഭഗവാൻ പ്രപഞ്ചഭരണം നടത്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. നമ്മളിപ്പം പ്രധാനമന്ത്രിയെ കാണാനല്ലേ. ഇപ്പൊ നരേന്ദ്രമോദി എവരി 5 വർഷവും എന്താണ് ഇലക്ഷൻ നടക്കുന്നു. അപ്പം പ്രധാനമന്ത്രി മന്ത്രിമാരും ഉണ്ടാവും അല്ലെ.
അപ്പം ഇപ്രാവശ്യത്തെ പ്രധാനമന്ത്രി തന്നെയാണ് അടുത്ത പ്രാവശ്യത്തെ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഓരോ പ്രാവശ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ച് എന്ന് പറഞ്ഞ പോലെ ഈ ദേവന്മാരുടെ എല്ലാം പോസ്റ്റ് ആണല്ലേ. അപ്പം നമുക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടി. മന്ത്രിമാര് ആരെങ്കിലും ഒക്കെ ഇല്ല, അതിന് പറ്റിയ യോഗ്യതരായ ആളില്ല എങ്കിൽ ആ പദം ആരാണ് ഏറ്റെടുക്കുന്നത്? പ്രധാനമന്ത്രി തന്നെ ആ മന്ത്രിയുടെ പദം ഏറ്റെടുക്കും അല്ലെ. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പറയുന്ന ഈ പോസ്റ്റിനുള്ള തക്കതായ പോസ്റ്റിനുള്ള ആളെ കിട്ടാതെ വരുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഭഗവാൻ തന്നെ അവതാരം എടുത്തിട്ട് എന്ത് ചെയ്യും? ആ പോസ്റ്റ് നികത്തും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോ കാണാം, പ്രധാനമന്ത്രി ധനകാര്യവും ആഭ്യന്തരവും വിദേശകാര്യം കൂടെ കൂടി ഡീൽ ചെയ്യുക, അതിന് പറ്റിയ ആളെ വരുമ്പോഴത്തേന് എന്ത് ചെയ്യും? ആ ആൾക്ക് ആ പോസ്റ്റ് കൊടുക്കും. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ യജ്ഞ എന്നുള്ള അവതാരം എടുത്തു. ആര്? ഇന്ദ്രന് യോഗ്യതയുള്ള ആള് ആ ഒരു സ്വയംഭൂ മനുവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? യജ്ഞ എന്നുള്ള അവതാരം എടുത്തിട്ട് ആ ഒരു പോസ്റ്റ് നികത്തി അല്ലെ. ബാക്കിയുള്ള ദേവന്മാരെ യമൻ അങ്ങനെയുള്ള തുടങ്ങിയ ദേവന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി അദ്ദേഹം ആ ഒരു ഇന്ദ്രന്റെ കുറവ് നികത്തി. അപ്പം ഇന്ദ്രൻ ഇല്ല എങ്കിൽ എന്താണ്? ഇന്ദ്രന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ടല്ലേ, മഴ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കർത്തവ്യങ്ങളുണ്ടല്ലേ ഇന്ദ്രനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് അതിന്റെ ഈ യജ്ഞശിഷ്ടം സ്വീകരിക്കാനുള്ള ദേവതകളായിട്ട് ഇന്ദ്രനൊക്കെ ഒരു സ്ഥാനം ഉണ്ടല്ലേ. ഇന്ദ്രനും വരുണനും അങ്ങനെയൊക്കെയുള്ള അഗ്നിക്കും ഒക്കെ ഓരോ സ്ഥാനങ്ങളുണ്ടല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇന്ദ്രൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് വരും. അപ്പൊ ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് യജ്ഞ എന്ന് പറയുന്ന അവതാരം എടുത്തു. ആരുടെയൊക്കെ പുത്രി? പ്രജാപതി രുചിയുടെയും പത്നി ആകൂതിയുടെയും പുത്രനായ യജ്ഞനായിട്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണു എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ. അപ്പൊ യജ്ഞാവതാരം എടുത്തു. അപ്പം അദ്ദേഹത്തിന്റെ പുത്രനായ യമൻ തുടങ്ങിയ ദേവന്മാരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. അപ്പം ബാക്കിയുള്ള ദേവന്മാരെല്ലാരും ഭഗവാനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. യമനും ആദിത്യനും ബാക്കിയുള്ള ദേവന്മാരെല്ലാരും ഉണ്ടായിരുന്നു. ഇന്ദ്രന് മാത്രം ആ പദവിയുള്ള ആളില്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള ഇന്ദ്രൻ ആരാണ്? അടുത്ത ഇന്ദ്രൻ മഹാബലി. മഹാബലിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടു ഇന്ദ്രന് യോഗ്യത ആകാനുള്ള, അതായത് 100 പ്രാവശ്യം എന്ത് ചെയ്ത് നടത്തിയ ആൾക്കാരാണ്? ഈ അശ്വമേധ യാഗം നടത്തിയ ആൾക്കാരാണ് ഇന്ദ്രനാകാനായിട്ട് യോഗ്യതയുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഒരു ഭഗവാന്റെ തന്നെ ഒരംശ. ഭയങ്കര ശബ്ദവാടി അങ്ങ് എനിക്ക് ഹരേ കേൾക്കാൻ. കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി ഇവിടെയാണോ പറഞ്ഞത്? ഹരേ കൃഷ്ണ എന്നോടാണോ ചോദിച്ചത്? സോറി. അല്ല പ്രഭു, ഇവിടെ പറഞ്ഞാണ്, സോറി. അതെയോ? ആ. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് തെറ്റിപ്പോയല്ലോ. അത് എന്തായിരുന്നു? സമയം പോയി. അപ്പൊ ഈ ഇന്ദ്രനെ പറ്റി 100 പ്രാവശ്യം അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം കുറഞ്ഞ ഒരാളെ നമുക്ക് അറിയാമല്ലോ. ആരാണായിരുന്നു? 99 ചെയ്തിട്ട് നിർത്തിയ ഒരാളെ അശ്വമേധയാഗം. അതും ഭഗവാന്റെ ഒരു അവതാരമാണ്. പൃഥു പൃഥു മഹാരാജാവ് അല്ലെ. പൃഥു അതിലെ നവവിധ ഭക്തിയിൽ ഏതിന് പേര് കേട്ട ആളാണ് പൃഥു മഹാരാജാവ്? ആ പറഞ്ഞോ മാതാജി. കൈയൊക്കെ കാണിച്ചു, കൈ കാണിച്ചു. ഇനി മൈക്ക് ഓണാക്കിയിട്ട് പറയൂ. അർച്ചന. അർച്ചനാണോ പ്രഭു? അർച്ചന. 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 അർച്ചന അല്ലേ. അർച്ചനം വന്നു. അശ്വമേധ യാഗം നടത്തല്ലേ. അപ്പൊ അർച്ചനത്തിന് പേര് കേട്ട ആളാണ് പൃഥു മഹാരാജാവ്. 99 നടത്തിയ കാരണം അദ്ദേഹത്തിന് പേര് ഏകോന ശതക്രതു എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഏകോന ശതക്രതു, ഒരെണ്ണം കുറവ്. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു? യാഗാശ്വത്തെയൊക്കെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി അല്ലെ. ഓരോ പ്രാവശ്യം യാഗാശ്വത്തെയൊക്കെ അങ്ങനെ കൊണ്ടുപോയി. ഇന്ദ്രനായിട്ട് യുദ്ധമൊക്കെ ആയി. അങ്ങനെ പൃഥു മഹാരാജാന്റെ പുത്രൻ ഇങ്ങനെ ഇന്ദ്രനുമായിട്ട് യുദ്ധം ഒക്കെ ആയി. അങ്ങനെ ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു, നിനക്ക് ഈ അശ്വമേധയാഗം അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യാതെ തന്നെ ഭഗവാൻ നിന്നിൽ പ്രസന്നനാണ് അല്ലെ. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ഭഗവാനെ പ്രസന്നനാക്കാൻ വേണ്ടിയിട്ടില്ല. ഇതേ സാക്ഷാൽ ഭഗവാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് സർവ്വ അനുഗ്രഹങ്ങളും കൊടുക്കുകയായിരുന്നു. അപ്പം
അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഈ പദവി, ഈ ഇന്ദ്ര പദവി കിട്ടണമെന്നൊന്നുമില്ല. അത് അറിഞ്ഞിട്ടുമല്ല ചെയ്തത് ഈ അശ്വമേധയാകുന്നു. ഭഗവാൻ പ്രസന്നനാകണമെന്ന് മാത്രമായിരുന്നു. അതേ ഭഗവാൻ ദേ നിന്റെ മുന്നിൽ പിന്നെ ഒരെണ്ണം കുറവുണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് അസൂയ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടം കൊണ്ട് നിർത്തി. ഇങ്ങനെ ഒരാൾക്ക് അസൂയ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഇത് ചെയ്യില്ലായിരുന്നു, ഭഗവാൻ എന്നിൽ പ്രസന്നനാകുവാണെങ്കിൽ എന്ന് ആണ് പൃഥു മഹാരാജ് അതിന് മറുപടി പറഞ്ഞത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ല ഓരോ പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ഇന്ദ്രന്, വരുണന്, പിന്നെ ഇവരെല്ലാരും ഓരോ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അർഹതപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. അതെ, മാതാജി വളരെ ബുദ്ധിപരമായിട്ട് മറുപടി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു പറ്റിയ പോയിന്റ് അല്ലേ? ഹരി ബോൾ, ഹരേ കൃഷ്ണ. മാതാജിയുടെ ഓർമ്മ ശക്തി കുറവായതാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് കൃഷ്ണകുമാരി മാതാജി. അഞ്ചാം അവതാരമായിട്ട് കപിലദേവൻ കശ്യപ പ്രജാപതിയുടെയും പ്രഭു ദേവഹൂതിയുടെ പുത്രനായിട്ട് മുനി ജനിച്ചു. മുനിയാണ് സാങ്കേയോഗം എന്ന ഇത്. കശ്യപ പ്രജാപതി അല്ല, കർദമ പ്രജാപതി. കർദമ പ്രജാപതി ദേവഹൂതിയുടെ മകൻ. തെറ്റാ പ്രഭു, എഴുതിയിട്ട് കർത്തവ പ്രജാപതി. അദ്ദേഹം ഏത് സിദ്ധാന്താണ് ആവിഷ്കരിച്ചത്? സാങ്കേയോഗം, സാങ്ക്യ ഫിലോസഫി. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ 6ാമത്തെ അവതാരം അത്രി മഹർഷിയുടെ മകനായ ദത്താത്രേയനായിരുന്നു. ദത്താത്രേയ മഹർഷി നൽകിയ തത്വങ്ങൾ എല്ലാത്തിലും ഗുരുത്വം കാണുക, ആസക്തി ഇല്ലാതിരിക്കുക, സ്വാതന്ത്ര്യം, ആത്മസന്തോഷം, സുഖദുഃഖങ്ങളിൽ സമത്വം എന്നിവയാണ് അദ്ദേഹം പ്രചരിപ്പിച്ച തത്വങ്ങൾ. പിന്നെ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ദത്താത്രേയ മഹർഷിയാണ് അവധൂതന്മാരുടെ ജ്ഞാനം പറഞ്ഞത്, 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞു. അതായത് പ്രപഞ്ചത്തിനെ തന്നെ ഗുരുവായിട്ട് കാണുക അല്ലെ? നേരിട്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ നേടിയ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ ഗുരുവായിട്ട് കാണുക. പ്രപഞ്ചത്തിലെല്ലാം ഈശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരന്റെ അംശമാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് എന്താണ് ഗുരു. ഓരോ ഗുരുവാണ് അല്ലെ? നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ ജീവജാലങ്ങളും നമുക്ക് ഓരോ പാഠം പഠിപ്പിച്ചു തരികയാണ് അല്ലെ? ഭൂമി, വെള്ളം, ആകാശം, അതെ, എല്ലാം ഗുരുവാണ്. എല്ലാം ഗുരുവാണ് അല്ലെ? പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങൾ മുഖാന്തരം ഓരോ അപകടത്തിൽപ്പെടുന്ന ഓരോ ജീവജാലങ്ങളും നമ്മുടെ ഓരോ ഗുരുക്കന്മാരാണ് അല്ലെ? നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ മുഖാന്തരം നമുക്ക് കണ്ണിന്റെ, നാക്കിന്റെ ഒക്കെ നമ്മൾ കണ്ടു അല്ലെ? ഈയാമ്പാറ്റ, മത്സ്യം, അങ്ങനെയൊക്കെയുള്ള. ശശികല മാതാജി ഒരു സമ്മറി പോലെ പറയാമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ 10ാമത്തെ ചാപ്റ്ററില് കപിലദേവനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ദേവഹൂതിയുടെയും കർദമുനിയുടെയും പുത്രനായിട്ടാണ് കപിലദേവൻ അവതാരം കൊണ്ടത്. നമ്മുടെ 22 അവതാരങ്ങളിലെ 5ാമത്തെ അവതാരമാണ്. മാത്രമല്ല കപിലദേവൻ 12 മഹാജനങ്ങളുടെ ഒരാളാണ് കപിലദേവൻ. അദ്ദേഹമാണ് സാഖ്യ സിദ്ധാന്തം ഉണ്ടാക്കിയത്. 2 കപിലദേവനുണ്ട്. നമ്മുടെ ഈ കപിലദേവനും പിന്നെ ഒരു പുതിയ ഒരു കപിലദേവനും. വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ കപിലദേവനാണ് ആത്മാവും ബോഡിയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറഞ്ഞു തന്നത്. അതിനകത്ത് കാരണം മാറ്റർ പ്രവർത്തിക്കണമെങ്കിൽ എന്തായാലും ഭഗവാന്റെ ശക്തി വേണം. പക്ഷെ പുതിയ കപിലദേവൻ പറയുന്നത് 24 ഭൗതിക ഘടകങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒന്ന് പ്രഭു പറഞ്ഞായിരുന്നു, ഈ കപിലദേവനാണ് നമുക്ക് ആദ്യമായിട്ട് ഭക്തിയോടുകൂടി ജ്ഞാനം പകർന്നു തന്ന അവതാരമാണ് കപിലദേവൻ. അതുപോലെ അമ്മയെ മോക്ഷത്തിലേക്ക് നയിച്ചതും കപിലദേവനാണ്. പ്രകൃതിയും പുരുഷനും അത് നമ്മളുടെ വ്യത്യാസം പറഞ്ഞു തന്നതും, അതായത് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നത് ഈ കപിലദേവനാണ്. അതുപോലെ അഹങ്കാരം, കാമം, ലോഭം,
ബന്ധനം എന്നിവയൊക്കെ നമ്മളെ ബന്ധനത്തിലേക്ക് നയിക്കുന്നു. അപ്പം ഭക്തിയോടുകൂടിയ ജ്ഞാനമാണ് മോക്ഷത്തിനുള്ള മാർഗമെന്നും കപിലദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് നേടണമെങ്കിൽ സത്സംഗം വേണം. സത്സംഗത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ ജ്ഞാനം കിട്ടുകയുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കപിലദേവൻ നമുക്ക് ജ്ഞാനവും ഭക്തിയും ഒരുമിച്ച് നമുക്ക് പറഞ്ഞു തന്നു. 11-ാമത്തേതില് 6ാമത്തെ അവതാരമായ ദത്താത്രേയനെ പറ്റി പറയുന്നു. അദ്രി മഹർഷിയുടെ പുത്രനാണ്. അദ്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനാണ് ദത്താത്രേയൻ. അദ്ദേഹം എന്താ അദ്ദേഹം നമുക്ക് വൈരാഗ്യം, സ്വാതന്ത്ര്യം, 24 ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞായിരുന്നു. അത് പ്രഭു 24 ഗുരുക്കന്മാരെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ലോകമാണ് ഈ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത്, ലോകമാണ് ഗുരു എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. സന്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ പറ്റി അദ്ദേഹം പഠിപ്പിച്ചു. ആസക്തി ഇല്ലാതെ നമ്മൾ ജീവിക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മഹിമ എന്താന്ന് വെച്ചാല് ഔപചാരിക ഗുരുവില്ലാതെ തന്നെ 24 ഗുരുവിൽ നിന്നാണ് അദ്ദേഹം വിദ്യയെല്ലാം അഭ്യസിച്ചത്. അതാണ് നമ്മൾ 14ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കറിയാം ഉപദേവതന്മാരുടെ പ്രാധാന്യം. നമ്മുടെ ഈ പ്രപഞ്ചത്തില് കാലാവസ്ഥകൾ മാറുന്നു, മഴ വരുന്നു, അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്നത് ഉപദേവതന്മാരാണ്. ഈ ഉപദേവതന്മാരാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതല്ല. അത് വളരെ പയസ് ആക്ടിവിറ്റി ചെയ്തവർക്കും അതുപോലെ തന്നെ തപസ്യകളിലൂടെയും അതുപോലെ സ്പിരിച്വൽ നോളജ് കൾട്ടിവേറ്റ് ചെയ്തവർക്ക് മാത്രമേ ഒരു ഉപദേവതയാവാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഉപദേവതവരെ അവർ ഹൈലി എലിവേറ്റഡ് ആയിരിക്കും, ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് ആളില്ലാത്ത സമയത്ത് ഭഗവാൻ സ്വയം ബ്രഹ്മാവിന്റെ ഇന്ദ്രന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്വയംഭൂ മനുവിന്റെ കാലത്ത് ഈ സ്ഥാനം എത്രാമത്തെ അവതാരം പ്രഭുത് 7ാമത്തെ അവതാരമായ യജ്ഞഭഗവാൻ ആ ഇന്ദ്രന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും പുത്രരെയൊക്കെ സഹായത്തോടു കൂടി രാജ്യഭരണം വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തു. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു മാതാജി. മാതാജി എല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും നേരം എന്നോടുകൂടി സഹിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. പഞ്ചകൽപ്പത രൂപച്ച കൃപാസന്ധുപേവച്ച പ്രധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.